ഇന്ന് ചേട്ടൻ്റെ ജന്മദിനമാണല്ലോ. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി ഒരു പണി കൊടുക്കണ്ടേ. ആള് നമ്മളെല്ലാവരെയും ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കുഴക്കാറില്ലേ. അപ്പോൾ ആൾക്കിട്ടൊരു പണി കൊടുക്കണ്ടേ. എല്ലാ ഫാൻസരോട് ക്ഷമിക്കണം, ചെറുതൊരു തമാശയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്ത് കാര്യത്തിലും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ആളാണ് ചേട്ടൻ. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പണി കൊടുക്കാം. എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് അല്ലേ? കൊടുക്കാം. അച്ഛനെ വിളിക്കട്ടെ? ഓക്കെ. കടലാസാണല്ലോ. എന്നിട്ട് ഇതിലൊരു ക്ലൂ ഉണ്ട്, അവിടെ പോയിട്ട് നോക്കുക. ഒരു പച്ചക്കറിയാണ്, കറികളിൽ എരിവ് കിട്ടാൻ ഉപയോഗിക്കുന്നു. എരിവ് കിട്ടാൻ പച്ചമുളക്. ഞാൻ പോണോ? അത് ശരി. എന്തുട്ട് നാട്ടിലെ പ്രധാന ജലസംഭരണി വേനൽക്കാലത്ത് ഇത് വറ്റാറുണ്ട്. നാട്ടിലെ പ്രധാന ജലസംഭരണി മറ്റേ കിണർ. വലിയ വഴുതനങ്ങ അതാണ്. നോക്ക് ശരിക്കും എല്ലായിടത്തൊക്കെ നോക്കിക്കാൻ. അതും പേപ്പറാണല്ലോ. ഞങ്ങൾ പൊളിക്കാണല്ലോ. ഗ്രീൻ ലൈഫിലെ എല്ലാ കാര്യവും ഏൽപ്പിക്കുന്ന ഏറ്റവും അടുത്ത സ്റ്റാഫിന്റെ അടുത്ത് ചെല്ലുക. ഗ്രീൻ ലൈഫിന്റെ ജിഷുവിന്റെ അടുത്താവും. സ്കൂൾ ബസ് ശ്രദ്ധ. അടുത്തിടെ വീട്ടിൽ പുതിയതായി വന്ന അതിഥിയുടെ അടുത്ത് ചെല്ലുക. അടുത്തിടെ വീട്ടിൽ പുതിയതായി പുതുതായി വന്ന അതിഥി പച്ചക്കറിയാ. സാധനം അടുത്തിടെ വന്ന അതിഥിയുടെ അടുത്ത് ചെല്ലുക. ഇതൊക്കെ അടുത്തായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ തോണി. ഇതെന്തിട്ട സംഭവം? തോണിയുടെ അടുത്ത് ഇതെന്തുട്ട് പണിയാണ്? സവാരിക്ക് ഉപയോഗിക്കുന്നു എന്നാൽ ഇപ്പോൾ കാലഹരണപ്പെട്ട് പോയ വണ്ടി. സവാരിക്ക് സൈക്കിള് സവാരിക്ക് ഉപയോഗിക്കുന്നു എന്നാൽ ഇപ്പോൾ കാലഹരണപ്പെട്ടു പോയ വണ്ടി. നമ്മുടെ കാളവണ്ടി. അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാണോ? എനിക്ക് കാണണ്ട. കാണുന്നില്ലല്ലോ. ആണോ? എവിടെ പോയി? കണ്ടില്ലേ
ഇനിയുണ്ട്, ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എപ്പോഴും. നിങ്ങള് ഓണക്കാലത്ത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണിത്. ഇതിന്റെ പേരിൽ കുറെ ഗാനങ്ങളുണ്ട്. ഇതിൽ ഒരു ഇരുന്ന് ആടിയാൽ എല്ലാ ടെൻഷനും കുറവും. ഊഞ്ഞാലേ ഇതൊക്കെ എഴുതിനൊക്കെ ഇതൊക്കെ പറ്റി കെട്ടി എന്നാ അവിടെ ഇരിക്കട്ടെ. ഗിഫ്റ്റ് ഇതുവരെ കിട്ടല്ലേ? എപ്പോഴും കിട്ടിയതല്ലോ. ഗിഫ്റ്റ് ഇല്ലേ? പടരുന്ന ഒരു പച്ചക്കറിയാണ്. തോരനും മെഴുകു പുരട്ടിയും ഉപയോഗിക്കും. എന്റെ മലയാളം ഏറ്റവും അടുത്ത് ഇതിനെ പറ്റി ഒരു വീഡിയോ എടുത്തിരുന്നു. അതിന്റെ പിക്ചേഴ്സ് ഇടാൻ ചോദിച്ചിരുന്നു. അതെന്തിട്ട് പടരുന്ന ഒരു പച്ചക്കറി. ആ നമ്മുടെ കോവല്. ഇനി കോവക്കെടുത്തിയ അവിടെ തന്നെയാവും. അവിടെ ചെന്ന് അടുത്ത പണി കിട്ടും. അതെയോ? മുകളിലല്ല, ഏതൊരു ഓടിക്കും. ഇത് വല്ലാത്തൊരു ധൈര്യത്തിലുള്ള സൂര്യനെ കാത്തു നിൽക്കുന്നു. പോയാ ചിലപ്പോ അതിൽ ക്ലൂ ആവും. നോക്കി നോക്ക്, ചിലപ്പോ അതിൽ ക്ലൂ ആവും. കവർ ഞാൻ പിടിക്കാം. അതല്ല, കവർ ഞാൻ പിടിക്കാം. അല്ല വേറെ നോക്ക് അത് കിട്ടോ. നോക്ക് തുറക്കാൻ ഭയങ്കര പണിയില്ലോടോ. ഇത് നമ്മളെ വിജയിച്ചിരുന്നല്ലേ വാങ്ങണോ വെച്ചിരുന്നത്? ഇതല്ലേ ഉപകാരമില്ല. ഞാൻ വള്ളി കൊണ്ട് നടക്കരുതെന്ന് വെച്ചിട്ടാ. ഇനിയെങ്കിലും 24 മണിക്കൂർ ആ വള്ളി ചെവിന്ന് മാറ്റി കൊണ്ട് നടക്കാൻ വേണ്ടി ഇതൊക്കെ നടക്കും. ഇതിന്റെ ചാർജറാ? ഓ അടിപൊളി, താങ്ക് യു. ആപ്പിളിന്റെ എയർപോർട്സ് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ഒന്നും വാങ്ങണ്ടെന്ന് വെച്ചതാ, പിന്നെ പാവല്ലേ വെച്ചിട്ടാ. അടിപൊളി, താങ്ക് യു താങ്ക് യു. ഞാൻ വള്ളി വിട്ട് കിടക്കുന്ന ആളെടുത്തിട്ടാ. താങ്ക് യു സോ മച്ച്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് വെച്ചോണ്ട് നടക്കുന്ന ആൾക്കാർക്ക് വട്ടാന്ന് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഈ സാധനല്ലേ കാണില്ലല്ലോ, എന്നൊന്നും വർത്താനം പറയാൻ വിചാരിച്ചു. ഇനിയൊന്നുമില്ല, ഞാൻ ചതുവിട്ടിട്ട് കാണിട്ട്. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. പേടിക്കണ്ട. I love you. Thank you. Thank you. Thank you. Thank you. Thank you. ഇതൊന്നുമില്ലയാ സൂപ്പർ സർപ്രൈസ് ആയിരുന്നു. കുറച്ച് നടത്തിച്ചു നല്ല. കാരണം ചേട്ടൻ എപ്പോഴും വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആളല്ലേ, അത് കറക്റ്റ്. അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് ചിന്തിച്ചതാ. പണി കൊടുത്തു പറഞ്ഞിട്ട് ഫാൻസ് ഒന്നും ഞങ്ങളെ തല്ലരുതേ പ്ലീസ്. നന്നായി, കുറച്ച് ബുദ്ധിമുട്ടിയാലും അടിപൊളിയാക്കി. ചേട്ടന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും
ഉണ്ടാവട്ടെ. കൂടുതൽ കൃഷിയും ഇതൊക്കെ ആയിട്ട് തട്ടുകടയൊക്കെ ആയിട്ട് കൊണ്ടുവരട്ടെ. ഐഡിയ ആയിരുന്നു ഇത് ഒറ്റയടിക്ക് തരാണ്ട് ഇങ്ങനെ എയർപോർട്ട്സ് മേടിക്കണം ഞാൻ പറഞ്ഞു. അമ്മ മറ്റേ പണി കൊടുക്കണം പറഞ്ഞു. പണി കൊടുത്ത് സൗദി എഴുതാനോ എല്ലാരും ഞങ്ങളുടെ 3 ആളുടെയും കൂടി പ്ലാനാ. ആണോ? ജിഷ്ണുവിന് അവസരം പണി കൊടുത്തിട്ടല്ലേ. എന്നിട്ടായിരുന്നു അല്ല അതെ പണിയല്ല ഈ സാധനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. കാരണം ക്ലൂകള് പിന്നെ ഈസിയായി ക്ലൂ ആക്കാൻ വെച്ചിട്ടാ. പാവല്ലേ രാവിലെ തന്നെ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാ. താങ്ക് യു. ഗിഫ്റ്റ് ആകുമ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇത് നന്നായിട്ടത് നിങ്ങൾ ഇങ്ങനെ ഓരോ സെക്ഷൻ തിരിച്ചിട്ട് ഇത് ആദ്യമായിട്ടുള്ള പരിപാടിയാണല്ലോ അല്ലേ? ഇങ്ങനെ ഒരു ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ ചെയ്യാം. കാണിക്കാം എന്തായാലും. എട്ടാമത്തെ സ്ഥലത്ത് ഗിഫ്റ്റ് വെച്ചു. എന്തായാലും നേരം വിളിച്ചപ്പോൾ ഒരു പണി തന്നാലും കുഴപ്പമില്ല. പക്ഷേ ഒരു നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയില്ലോ, സന്തോഷമുണ്ട് എന്തായാലും. കാരണം ഉപയോഗപ്പെട്ടല്ലോ, എനിക്ക് ആവശ്യമായിരുന്നു. കാരണം വണ്ടിയിലേക്ക് പോകുമ്പോഴേ ഞങ്ങക്ക് ചെലവ് വേറെ തരണ്ടേ. ഓക്കെ ശരി. അപ്പൊ ശരി. ഓക്കെ ബൈ. കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ ബൈ.